അമ്മേ, ഞാൻ ആനന്ദൻ. എന്താ മോനെ, കുറെ ദിവസമായല്ലോ നിന്റെ ശബ്ദം കേട്ടിട്ട്. നീ എപ്പോഴാ വരുന്നത്? അമ്മേ, അച്ഛൻ എവിടെയാ അമ്മേ? അച്ഛൻ നിങ്ങളെയും കാത്തല്ലേ ഇവിടെ ഇരിക്കുന്നത്. പിള്ളേർ കൂഞ്ഞാല് കെട്ടാൻ വേലനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ കടയിൽ പോയപ്പോ നല്ല കായ കണ്ടു വാങ്ങി വറുത്തു വെച്ചിട്ടുണ്ട്. അമ്മേ, അതിന് ഇത്തവണ ഓണത്തിന് വരാൻ പറ്റില്ലമ്മേ. ഇവിടുത്തെ കാര്യം അറിയാലോ, അശ്വതിക്കാണ് ലീവില്ല. പിന്നെ ഇവിടെ ആണെങ്കിൽ അസോസിയേഷൻ പരിപാടികളെല്ലാം ആയി വലിയ തിരക്കാണമ്മേ. എന്താ എപ്പോഴാ വരുന്നത്? അമ്മ അച്ഛനോടൊന്നും പറയണം. ഇത്തവണ ഞാൻ വരാം. നിങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ കൂടെ ഈ ഓണത്തിന്. മോനെ, ഒന്നും പറയണ്ട. ഞാൻ നാളെ വരും. അച്ഛനെ എങ്ങനെയെങ്കിലും അമ്മ ഒന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കണം. മോനെ, അതിന് ഓണത്തിന് ഇവിടെ. അമ്മേ, ഒന്നാമത് ഞാൻ ഓഫീസിൽ നിന്നാ വിളിക്കുന്നത്. ഒന്നും പറയണ്ട. ഞാൻ എന്തായാലും നാളെ വരും. എല്ലാം റെഡിയാക്കി വെച്ചോളൂ. പിന്നെ മേഡം ചക്ക വരട്ടിയത് എടുക്കാൻ മറക്കരുത്. ശരി ശരി, എന്നാ വെക്കട്ടെ അമ്മേ? ശരി. എന്താ സുഭദ്രേ വല്ലാതിരിക്കുന്നത്? അത് പിന്നെ അശ്വതിക്ക് ലീവില്ല. അവർക്ക് ഇത്തവണ വരാൻ ബുദ്ധിമുട്ടാണെന്ന്. നമ്മൾ അങ്ങോട്ട് ചെല്ലാനാ പറയുന്നത്. അവൻ നാളെ വന്ന് നമ്മളെ കൊണ്ടുപോകാൻ വരുന്നെന്ന്. ഞാൻ എങ്ങോട്ടുമില്ല. നീ വേണേ പൊയ്ക്കോളൂ. ആർക്ക് വേണ്ടിയാ നമ്മൾ ഇവിടെ എല്ലാം ഒരുക്കിയത്? കായ വറുത്തതും ചക്ക വരട്ടിയതും ഈ കണ്ട പച്ചക്കറിയൊക്കെ വാങ്ങിയതും. അശ്വതിക്ക് ലീവില്ല പോലും. അവന് കുട്ടികളെ ഇങ്ങോട്ട് അയക്കരുതോ? അതെ, ദേഷ്യപ്പെടുവൊന്നും വേണ്ട. അവന് നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. എവിടെയാണെങ്കിൽ എന്നാ, നമ്മളെല്ലാരും കൂടെ ഒരുമിച്ചിരുന്ന് ഓണം കൂടിയാ പോരെ. അവിടുത്തെ അസോസിയേഷന്റെ ഓണം ഇതില് കേമമാണെന്നാ പറയുന്നത്. ഒഴിവൊന്നും പറയാതെ നമുക്ക് ഇത്തവണ അങ്ങോട്ട് പോകാം. അവന്റെ ആഗ്രഹവും നടക്കുമല്ലോ. അസോസിയേഷന്റെ ഓണം പോലും അവൻ എന്താ അറിയാം. കഷ്ടം. മുത്തശ്ശനെ നോക്കി ആ കുട്ടികൾ ഇരിക്കുന്നുണ്ടാവും. എന്താ ചെയ്യാ? വയസ്സായ പിള്ളേര് പറയുന്നത് കേട്ടിരിക്കണം. ഒരു മഴ. ഈ ചായപ്പിൽ കിടക്കുന്ന തുണികളൊക്കെ എടുത്തു വെക്ക്. സൂക്ഷിക്കണം.
ഇത്ര നല്ല മഴ കണ്ടിട്ട് കാലങ്ങളായി. എന്താ ഒരു മഴ! അമ്മേ, ആറ്റിൽ വെള്ളം കയറി കാണുമോ? കുളിക്കാൻ പറ്റുമോ എന്തോ? നീ അധികം ഒന്നും ചോദിക്കണ്ട. അച്ഛന് വലിയ ദേഷ്യത്തില. ഒരു വിധമൊക്കെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട്. ഇനി വൈകിക്കണ്ട. അച്ഛാ, പെട്ടി ഞാൻ എടുത്തോളാം. വേണ്ട, ഞാൻ പിടിച്ചോളാം. അതിനുള്ള ആരോഗ്യമൊക്കെ ദൈവം തൽക്കാലം തന്നിട്ടുണ്ട്. അച്ഛാ, മാളും കണ്ണനും ഒക്കെ മുത്തശ്ശനെയും നോക്കിയിരിക്കുവാണ് അച്ഛാ അവിടെ.